കോതമംഗലം കോട്ടപ്പടിയിൽ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയ കാട്ടാനയെ മയക്കുവെടി വയ്ക്കാൻ ശ്രമം. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. വിവരങ്ങളുമായി പ്രദീപ് ജോസഫ് ചേരുന്നു. പ്രദീപ്, ഗുഡ് മോർണിംഗ്. എപ്പോഴാണ് ഈ ആന ഇറങ്ങിയത്? സ്ഥലത്തെത്തിയ ഉദ്യോഗസ്ഥരൊക്കെ? ഈ കോതമംഗലം കോട്ടപ്പടി പഞ്ചായത്തിലെ വടക്കുംഭാഗം മേഖലയിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി കാട്ടാനയുടെ ശല്യമുള്ളത്. വലിയ ഉപദ്രവകാരി എന്ന് പറയാനാവില്ല, പക്ഷേ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നു. ഒപ്പം ആന നടന്നു പോകുമ്പോൾ ആ വഴിയിലുള്ള കൃഷികൾക്ക് നാശം നേരിടുകയും ചെയ്തു. ജനവാസ മേഖലയാണിത്. മേയ്ക്കപ്പാല ഫോറസ്റ്റ് ഡിവിഷന് കീഴിൽ വരുന്ന പ്രദേശമാണിത്. പൊതുജനങ്ങളുടെ ആവശ്യവും ജനപ്രതിനിധികളുടെ ആവശ്യവും ഒക്കെ കണക്കിലെടുത്താണ് ആനയെ മയക്കുവെടി വയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. മയക്കുവെടി വെച്ച് കോളർ ഘടിപ്പിച്ച് കാട്ടിലേക്ക് വിടുകയാവും. പിന്നീടാവും മറ്റു ദൂരേക്ക് മാറ്റണമോ വേണ്ടയോ അത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ആന നിലവിൽ ഇന്ന് രാവിലെ ഏതാണ്ട് 3 മണി മുതൽ 3-4 ആനകളുടെ ഒരു കൂട്ടം തന്നെ ജനവാസ മേഖലയിലുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഇത് കാടിനുള്ളിലേക്ക് കയറിപ്പോയി. നമ്മളിപ്പോൾ കാണുന്നത് കാടിന് ഉള്ളിലെ ദൃശ്യങ്ങളാണ്. അതായത് ഈ കാട്ടാനയെ മയക്കുവെടി വയ്ക്കുന്നതിനുള്ള മയക്കുവെടി വിദഗ്ധരുടെയും മറ്റ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും സംഘം ഈ കാടിന്റെ അതിർത്തിയിൽ നിൽക്കുകയാണ്. നിലവിൽ ആന ഏതാണ്ടൊരു 100-150 മീറ്റർ ചുറ്റളവിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. രാവിലെ കണ്ടിരുന്നു. മയക്കുവെടി വിദഗ്ധരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും കാടിനുള്ളിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട്. കോളർ ഉൾപ്പെടെ ആണ് അവർ കടന്നിരിക്കുന്നത്. ആനയെ മയക്കുവെടി വെച്ച് കോളർ ഘടിപ്പിച്ച് വിടുക, പിന്നീട് ആനയുടെ കൃഷി നശിപ്പിക്കുകയോ മറ്റേതെങ്കിലും നിർമ്മിതികൾ നശിപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ ആന? ഈ ജനവാസ മേഖലയിൽ പലപ്പോഴും ജനവാസ മേഖലയിൽ കാട്ടാൻ ഇറങ്ങുന്നൊരു പ്രദേശമാണിത്. വലിയ ജനവാസ മേഖലയാണ്. അതുകൊണ്ട് തന്നെ ആളുകളുടെ ഒരു ഭയപ്പാട് ഒക്കെ സ്വാഭാവികമായി നമുക്കറിയാമല്ലോ. പല പ്രദേശങ്ങളിലും കാട്ടാന ശല്യം രൂക്ഷമാണ്. പലപ്പോഴും ഈ വേലികളൊക്കെ ഉണ്ടെങ്കിലും ജനവാസ മേഖലയിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. സ്ഥിരം ഈ കാട്ടാന ജനവാസ മേഖലയിൽ ശല്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഇന്നലെ പിണ്ടിവനം പഞ്ചായത്തിൻ്റെ 14-ാം വാർഡിൽ നിലയുറപ്പിച്ചിരിക്കുകയായിരുന്നു. അന്നേരം ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട കോതമംഗലം MLA ഷിബു തെക്കുംപുറത്തിനെ വിളിച്ചറിയിപ്പിക്കുകയും കൊച്ചി MLA മുഹമ്മദ് ഷിയാസിനെ വിളിച്ചറിയിപ്പിക്കുകയും അതിൻ്റെ ഫലമായി നിയമസഭയിൽ അടിയന്തരമായി വിഷയം അവതരിപ്പിക്കുകയും അതിൻ്റെ തുടർ നടപടി എന്നോണം അത് അടിയന്തരമായി അതിനെ മയക്കുവെടി വയ്ക്കുകയും റേഡിയോ കോളർ പിടിപ്പിക്കുകയും ചെയ്യാമെന്ന് മന്ത്രി അവിടെ ഉറപ്പ് നൽകുകയും അതിനുശേഷം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ തീരുമാനം ഉണ്ടാവുകയും ചെയ്തു. അതിൻ്റെ ഫലമായാണ് ഇന്ന് വളരെ നല്ല രീതിയിൽ നാട്ടുകാർക്ക് അനുകൂലമായ രീതിയിൽ ജനങ്ങൾക്ക് അനുകൂലമായ രീതിയിലുള്ള നടപടിക്രമങ്ങൾ നടന്നത്. അതൊരു ഭയപ്പാടിലാണോ ഈ മേഖല? ഭയങ്കര ഭയപ്പാടിലായിരുന്നു. 4 ആഴ്ചയോളമായി ജനവാസ മേഖലയിൽ തന്നെ ഈ ആന കറങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു. അടിയന്തരമായി ഫോറസ്റ്റ് മിനിസ്റ്റർ കഴിഞ്ഞ 2 ആഴ്ച മുന്നേ കോതമംഗലത്ത് വന്നപ്പോൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഇന്നലെ അടിയന്തരമായി ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് മയക്കുവെടി വെച്ച് തുരുത്തിയാൽ മാത്രമാണ് ഈ ജനവാസ മേഖലയിൽ നിന്ന് മാറൂ എന്നുള്ള ശക്തമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ നിയമസഭ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ടും കളക്ടറെയും മിനിസ്റ്ററെയും ഒക്കെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഗൗരവം മനസ്സിലാക്കിയതിൻ്റെ തീരുമാനപ്രകാരമാണ് ഇന്നലെ നിയമസഭയിൽ വൈസ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ MLA-മാരുടെ ശക്തമായ ഇടപെടൽ മൂലം സർക്കാർ തീരുമാനമെടുത്തിട്ടുള്ളത്. വളരെ സ്വാഗതാർഹമാണ്. സർക്കാരിനോട് നന്ദി പറയുകയാണ്. ഇപ്പോൾ അത് അവർ റേഡിയോ കോളർ ഘടിപ്പിക്കുവാനും മയക്കുവെടി വയ്ക്കാനുള്ള സജ്ജമായി ഫോറസ്റ്റ് വിന്യസിച്ചിട്ടുണ്ട്. അവർ ഫോറസ്റ്റിലേക്ക് കടന്നു പോയിരിക്കുകയാണ്. ഉടനെ തന്നെ നടക്കുന്നതായിരിക്കും. അങ്ങനെ ഒരു ആശ്വാസമുണ്ട്. ഈ ഇടപെടലിന്റെ ഭാഗമായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ വളരെ സ്ട്രോങ് ആയി ഇടപെട്ടിട്ടുണ്ട്. മയക്കുവെടി വയ്ക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. അതിൽ നാട്ടുകാർക്ക് അങ്ങേയറ്റം ഒരു ആശ്വാസം ഉണ്ട് തന്നെ. സാറേ, നിലവിൽ നടപടികൾ എത്രമാത്രമായിട്ടുണ്ട്? വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഒപ്പം ചേർന്നു. സാർ, നിലവിൽ നടപടികൾ എത്രമാത്രമായിട്ടുണ്ടെന്ന് വിശദീകരിക്കാൻ പറ്റുമോ? അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അത് അകത്ത ഓഫീസർമാരൊക്കെ ഉണ്ട്, ഒഫീഷ്യൽസ് എല്ലാം ഉണ്ട്. ഉടനെ തന്നെ അതിൻ്റെ നടപടികൾ നടത്തുന്നതാണ്. ആളുകൾ വളരെ ആശ്വാസമാണ് പറയുന്നത്. വനംവകുപ്പിന്റെ നല്ലൊരു ഇടപെടൽ ഉണ്ടായി എന്നാണ് എല്ലാവരും പറയുന്നത്.
ഇത് ഉദ്യോഗസ്ഥരെല്ലാം സുസജ്ജരായിട്ടുണ്ട്. റേഡിയോ കോളർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായി വനത്തിനുള്ളിലേക്ക് കടന്നിരിക്കുന്നു. ഈ ചക്ക പറിച്ചു തിന്നുക, അതുപോലെ കൃഷിനാശം, അതൊക്കെയാണ് പ്രധാനപ്പെട്ട നാശനഷ്ടങ്ങൾ എന്ന് പറയുന്നത്. മാത്രമല്ല പുലർക്കാലത്തും മറ്റും പലപ്പോഴും വീടുകൾക്ക് തൊട്ട് മുമ്പിലുമൊക്കെ ആനക്കൂട്ടം വന്ന് എത്തി നിൽക്കുന്നു. അത് ആളുകൾക്കുണ്ടാക്കുന്ന ഒരു ഭീതി, ഭയപ്പാടൊക്കെ നമുക്കറിയാമല്ലോ. എന്തായിരുന്നാലും ഇതിൽ സ്ഥിരമായി ഈ മേഖലയിൽ ഇറങ്ങാറുള്ള കാട്ടാനയെ ഇന്ന് തന്നെ മയക്കുവെടി വെച്ച് വനത്തിലേക്ക് കയറ്റിവിടാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസവും പ്രതീക്ഷയുമാണ് ഉദ്യോഗസ്ഥർ പുലർത്തുന്നത്. ശരി, പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ആനയെ മയക്കുവെടി വെക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആന ഇപ്പോൾ നമ്മൾ കാണുന്ന പ്രദേശങ്ങളിലൊന്നും ആനയില്ല, പക്ഷേ ആനയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഉദ്യോഗസ്ഥരുള്ളത്. പ്രദീപ് ജോസഫിന് നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.